ഫ്രണ്ട്സ്, നമ്മളിന്നൊരു കോഴിയെ അടവെക്കാനുള്ളൊരു പരിപാടിയാണ്. അത് നമുക്ക് ഇവളുടെയും ആ പുള്ളിയുടെയും നമ്മുടെ ആ കാപ്പിരിക്കുട്ടിയുടെയും മുട്ട കിട്ടിയിട്ടുണ്ട്. 7 മുട്ടയാണുള്ളത്. നമ്മൾ ഒരു കോഴി അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിന് കൊണ്ടുവെക്കാം. ഇവിടെ നമുക്ക് 7 മുട്ടയുണ്ട്, അവിടെ 6 മുട്ടയുണ്ട്. 3, 4, 5, 6, 7. അപ്പോൾ നമ്മൾ കോഴി അടവെക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ കോഴി ഇതാണ് നമ്മുടെ കാപ്പിരി കേട്ടാ. ഇതൊക്കെ നാളത്തെ ഹീറോസാണ്, നമ്മുടെ ഹീറോസ്. അതിനെ അഴിച്ചുവിട്ടങ്ങനെ സന്തോഷമാണ് എല്ലാവർക്കും. അഴിച്ചുവിട്ടങ്ങനെ സന്തോഷത്തിന് നടക്കുക. അപ്പോൾ നമ്മൾ ശരിക്കും കോഴി അട മുറ്റിയതിന് ശേഷമേ നമ്മൾ അട ഇരുത്താൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഒരു ഇരിക്കത്തില്ല. വാടാ, നമ്മുടെ അമ്മക്കോഴി ആയിരുന്നു. കുട്ടികളെ ഞാൻ മാറ്റി, അതിൻ്റെ വെപ്രാളത്തിൽ നടക്കുകയാണ്. വാടാ 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 വാടാ. ഇവളുടെ 2 മുട്ടയുണ്ട് ഇതിനകത്ത്, ഈ പോകുന്നവളുടെ. അപ്പോൾ നമ്മൾ കോഴി നന്നായിട്ട് അട മുറ്റിയതിന് ശേഷം മാത്രമേ നമുക്ക് അട വെക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അവർ അട ഇരിക്കത്തില്ല, ഇറങ്ങി ഓടിക്കളയും. ഇത് മുട്ട ഇടുന്ന സ്ഥലമാണ് ഇത്. അയ്യോ, മുട്ടയിടുന്ന സ്ഥലം ഈ പാത്രം. ഞാനന്നേരം ഇവിടെ 6 മുട്ട നമ്മൾ വെച്ചിട്ടുണ്ട്. ഈ 6ലേക്ക് 7, 8, 9, 10, 11, 12, 13. അപ്പോൾ പലരും പറയാറുണ്ട്, പിന്നെ മുട്ടയ്ക്കകത്ത് കറുത്ത വര വരയ്ക്കണം, തുളസിയിലയും ആണിയും വറ്റൽമുളകൊക്കെ വെക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ കൊട്ട, ഒരു വലിയ കുട്ടയാണ്, അപ്പോൾ കുട്ട മറിയാതിരിക്കാനായിട്ട് ഇതിനകത്ത് മണലാണ്, താഴെ മണലാണ്, ഈ തുണിയുടെ താഴെ മണലാണ് വെച്ചിരിക്കുന്നത്. പിന്നെ കുറച്ച് ചാരം, നമ്മൾ എന്താ പറയുന്നത്, ചാരം കുറച്ചിട്ടിട്ടുണ്ട്. പിന്നെ കോഴി 3-4 ദിവസം കൊണ്ട് ഇരുന്ന് അട മുറ്റിയ കോഴി ആയതുകൊണ്ട് കോഴി എങ്ങും എഴുന്നേറ്റ് പോകത്തില്ല. ഒരു നല്ല പക്കുള്ള ഒരു 20 മുട്ട വരെ വെക്കാൻ പറ്റിയ ഒരു കോഴിയാണ്. അപ്പം അങ്ങനെ 20 ശകലം അഗ്രസീവാണ്. ഇരുത്തി കൊടുത്താൽ അത് ഇരുന്നോളൂ, ഒരു കുഴപ്പമുള്ള കോഴിയല്ല. ആ മുട്ടയൊക്കെ അടുക്കി തന്നെ സ്വയമേ ഇരുന്നോളൂ. ഇപ്പോഴത്തെ ഈ വെപ്രാളം കാണിക്കുന്നത് നോക്കണ്ട. അത് തന്നെ വന്ന് കയറിയിരിക്കും. എല്ലാവരും ഭയങ്കരമായ വിഷമത്തിൽ ആ കോഴി തന്നെ കയറി ഇരിക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഇവരെയൊക്കെ ഒന്ന് കാണാം. കോഴികളെ കാണുന്നതാണല്ലോ കോഴിയെ വളർത്തുന്നവർക്ക് ഇഷ്ടമുള്ള കാര്യം. ഇവരെയൊക്കെ ഒന്ന് കാണാം. വാടാ, പോസ് ചെയ്യൂ, പോസ്. സുന്ദരികളാണ്. അതൊന്നും മുട്ടയിട്ട് തുടങ്ങിയില്ല, അവളും ഇവളൊന്നും മുട്ടയിട്ട് തുടങ്ങിയില്ല. ഇതൊക്കെ ഉടനെ തന്നെ മുട്ട ഇടും എല്ലാവരും. ഇവരൊക്കെ മുട്ട ഇപ്പോൾ ചവിട്ടാൻ തുടങ്ങി, പൂവൻ മേറ്റാൻ തുടങ്ങിയിട്ടുണ്ട് ഇവരെല്ലാവരും. ഇതിലൊക്കെ നമ്മുടെ പ്രതീക്ഷയാണ് ഈ കോഴിയിലൊക്കെ. ഒരാളൊരു മീന്തല കിട്ടിയിട്ട് അതും കൊണ്ട് നടക്കുക, താഴെ വെച്ചിട്ടില്ല. അതൊരു ചാരപ്പൂവനാ, അതിനെ കൊണ്ട് നടക്കുക. വട 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 വട
എന്ത് നോക്കുന്നേ? ഒട്ടും പേടിയില്ലാത്ത ആളാട്ടോ, ഒരു ശകലം പോലും പേടിയില്ല. വാടാ, ഇവിടെ വാടാ. കൂവോടാ, കൂവാനായോ? നമുക്ക് എല്ലാവർക്കും ഒരു വാഴത്തട ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു വാഴത്തടയുടെ പുറത്ത് നിന്ന് ഗംഭീര പണിയായി. ഈ പരുവാക്കി രാവിലെ കൊടുത്തതാണ്. ഈ പരുവാക്കിയിട്ടുണ്ട്. ഇവിളൊക്കെ മുട്ടയിടുന്ന ദിവസമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്നാണെന്നൊക്കെ ദിവസമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇവള് ഈ ചാരക്കോഴി ഇവളൊക്കെ മുട്ടയിടുന്ന ദിവസമാണ് നമ്മൾ ഇങ്ങനെ ഓർത്തിരിക്കുന്നത്. ഇത് അങ്ങനെ മുട്ടയിടുന്ന കോഴിയാണ്. ഈ കോഴിയുടെ മുട്ട വെച്ചിട്ടുണ്ട്, അതിൽ 3 മുട്ടയുണ്ട്. വാടാ. ഇതിൽ നമ്മളെ സുഹൃത്തുക്കൾ ആരെങ്കിലും ചോദിക്കാതെ ഇതിൽ നമ്മൾ കോഴിയെ തരുമൊക്കെ ചെയ്യും കേട്ടോ. തരാതെ ഇരിക്കത്തില്ല. ഇതിൽ നിന്ന് കോഴി ചോദിച്ചാൽ നമ്മൾ തരും. തരത്തില്ല എന്നും പറയത്തില്ല. നമ്മുടെ വളർത്തുന്ന രീതിയിലൊക്കെ നിങ്ങൾ കാണുന്നതല്ലേ. അപ്പം അതേ കണക്കൊക്കെ ആണെങ്കിൽ വളർത്തുന്നവരാണെങ്കിൽ നമ്മൾ തരും. ബാ ബാ ബാ. ഇതാണ് പ്രശ്നം. പൂവന്മാർ കൂടിയാൽ ഇതൊരു അമ്മക്കോഴി. ഇതിനെ ഞങ്ങളെ കാണിച്ചിട്ടില്ലായിരുന്നു. കഴിഞ്ഞ വീട്ടിൽ ഇത് അടയിരുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളായിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇന്നിപ്പോൾ മാറ്റി കുഞ്ഞുങ്ങൾ. അതിനാണ് കരയുന്നത്. കുഞ്ഞുങ്ങളതാണ്ട് ഈ മാടം ഈ ഷെഡിൻ്റെ ഉള്ളിൽ ഒരു ബൾബൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്ത് അങ്ങോട്ട് മാറ്റി. കാര്യം കുട്ടികളെ തന്നെ തിന്ന് പെട്ടെന്ന് വളരാൻ പറ്റും. തള്ള വിടാണെങ്കിൽ വളരും, പക്ഷെ എന്നാലും നമുക്ക് 2 പേരെയും നോക്കണ്ടേ. നമ്മൾ തള്ളയുടെ കാര്യം മാത്രം നമ്മൾ നോക്കിയാൽ മതിയല്ലോ. കുഞ്ഞുങ്ങൾ അവിടെ അത് സേഫായിട്ട് പോയിക്കോളും. ഇവിടെ പോയി അടയിരിക്കുമ്പോൾ ഇതിനെയാണ് നമ്മൾ അടവാക്കാൻ വേണ്ടി ഉദ്ദേശിച്ചത്. ഈ കോഴിയാണ് അടവാക്കാൻ വേണ്ടി ഉദ്ദേശിച്ചത്. നല്ലൊരു അമ്മക്കോഴിയാണ്, നല്ല പക്കമുള്ള നല്ലൊരു കോഴി. ഓടുക തന്നെ ഒരിക്കൽ. പക്ഷേ അയാൾ ഇരുന്ന സ്ഥലം മാറിപ്പോട്ടാണ് അയാൾക്കൊരു വിഷമം. മേലെ ഇരിക്കുള്ളൂ. താഴെ മുട്ട കണ്ടാൽ ചിലപ്പോൾ കയറിയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് പിടിച്ചിട്ട് അടച്ചു കൊടുക്കാം. അടച്ചാലും ഇരിക്കും. ഇവരെൻ്റെ പറഞ്ഞു വരുന്നത് എന്തിനാ? നമ്മൾ മക്കളെ തിരക്കി വരും കേട്ടോ. നേക്കണ്ണൊക്കെയാണ് വയറ്റ്. നിങ്ങൾക്ക് ഒന്നും കാണിച്ചു തരാൻ പറ്റുന്നില്ല. ഒരു സീനും കിട്ടുന്നില്ല. ഇവിടെ വാ, ഇവിടെ വാടാ. എല്ലാവരും ആകെപ്പാട് ടെൻഷൻ അടിച്ച് പ്രശ്നമായിട്ട് നടക്കുക. നമ്മുടെ ഒരു താറാക്കുട്ടിക്ക് കാലിന് എന്തോ പറ്റി കേട്ടോ. മരുന്ന് എല്ലാം വെച്ച് കൊടുക്കണം. രാവിലെ കുഴപ്പമില്ലായിരുന്നു, നടക്കും. പിന്നെ നമ്മുടെ ഏരിയയൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ, അയൽവാരം ആയതുകൊണ്ട്. പിന്നെ കോഴികളുടെ അടുത്തൊന്നും വെച്ച് പിടിപ്പിക്കാൻ പറ്റത്തില്ല. നമ്മളെന്ത് വെച്ചാൽ ഇച്ചിരി കറിവേപ്പില അതും ഇതൊക്കെ വെച്ചിട്ട് അതെല്ലാം നമ്മൾ ഇങ്ങനെ വല കെട്ടി സംരക്ഷിച്ചിരിക്കുക. ഈ ചപ്പുചോറ് നമ്മൾ തൂത്ത് കൂട്ടുന്ന ഇതിനകത്ത് തന്നെ ഒരു കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതിനകത്ത് ചെതലും പുഴുക്കളൊക്കെ ആവും. അപ്പോൾ നമ്മൾ ഈ വലയുടെ ഒരു സൈഡ് പൊക്കി കൊടുത്തിട്ട് ഇവർക്ക് തന്നെ തിന്നാൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇട്ടേക്കുന്നത്. നല്ല വൃത്തിയില്ല ഇട്ടിരിക്കുന്നതല്ല കേട്ടോ, പുഴുക്കളാകാൻ വേണ്ടി ഇടുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. അവിടെ കയറി ഇരുന്നോന്ന് നോക്കണം. ഇരുന്നിട്ടില്ലെങ്കിൽ ഒന്ന് പിടിച്ചിരുത്തിയിട്ട് അടയ്ക്കേണ്ടി വരും. കുട്ടികളെ തപ്പി നടക്കുക. എവിടെ കയറുമെന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ. ഇത് രാത്രി ചേക്കയിടുന്ന വീടാ. അപ്പോൾ അതുകൊണ്ടാണ് ഈ തടി വെച്ച് ഇങ്ങനെ മേലെ കയറിട്ട് നടന്ന് മേലെ കയറും. എന്തായാലും ഇതിനെ ഒന്ന് പിടിച്ചിരുത്തട്ടെ. തൽക്കാലം ഒരു സൂത്രൊപ്പിന് വന്നിട്ടുണ്ട്. അയ്യോ അങ്ങനെ ചെയ്യല്ലേ, എന്നെ കൊത്തല്ലേ. നീ അവിടെ ഇരിക്കും, നിന്നെ ഒന്നും ചെയ്തില്ല. അവിടെ ഇരുന്നിട്ട് ഓടരുത്. ഇന്നൊരു ദിവസം അവിടെ ഇരിക്കും. നന്ന ടയറൊക്കെ കയറും, സെറ്റാണ്. അവിടെ ഇരിക്കും. അപ്പോൾ കാണാൻ പറ്റുന്നത് എനിക്കറിയില്ല. മുട്ടയ്ക്ക് അറേഞ്ച് ചെയ്യുന്നുണ്ട്.
ഇവർക്ക് പ്രൈവസിയാണ് മെയിൻ. അപ്പോൾ പ്രൈവസി കിട്ടിയിട്ടില്ലെങ്കിൽ ഇവർ ഇരിക്കില്ല. അപ്പം നാളെ ദിവസം കൊണ്ട് ഇവിടെ സെറ്റാവും. അപ്പം വെട്ടം കുറവാണ് ഇതിനകത്ത്. പിന്നെ ഈ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ കൊട്ടയുടെ വക്കിൽ ചവിട്ടി മറിയാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എന്തെങ്കിലും വെച്ച് കൊടുക്കണം ഇറങ്ങാനായിട്ട്. അതും കൂടി സെറ്റാക്കട്ടെ. കിട്ടി, മുതലാളി കിട്ടി. നമുക്ക് അവിടെ വരെ കയറാനുള്ള പരുവത്തിനുള്ളൊരു കല്ല് കിട്ടിയിട്ടുണ്ട്. ഈ കല്ല് ഇവിടെ ഇരിക്കട്ടെ. ഈ കല്ല് ചവിട്ടി കയറുകയും ഇറങ്ങുകയൊക്കെ ചെയ്തോളൂ. അവിടെ ഇരുന്നോട്ടെ. ഇനി ഇത് മാറ്റിയാൽ എനിക്കൊന്നും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അവിടെ ഇരുന്നോളൂ. ഇതെടുത്ത ഡോറാ. ഇത് അമ്മയുടെ ഒരു തർത്തീഫ്. അപ്പോൾ അമ്മ ഇത് വെച്ച് ലാസ്റ്റ് താറാവ് മാത്രം ഇറങ്ങി പറയും അവിടെ ഇങ്ങനെ നടക്കും. അപ്പോൾ ഇത്രയൊക്കെ ആയി അവസാനിപ്പിച്ചു. അകത്ത് വെട്ടക്കുറവാണ്. നോക്കട്ടെ, വെളിച്ചം ആണോ നോക്കട്ടെ. എനിക്കൊന്ന് ആദ്യമേ വീഡിയോയിൽ ലൈറ്റ് ഇടണമെന്ന് തോന്നുന്നു. എന്തായാലും ഇതൊരവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. കോഴി ഇരിപ്പുണ്ട്. എൻ്റെ ഒരു കണ്ടിന്യൂറ്റി വീഡിയോ നമുക്ക് പതുക്കെ ചെയ്യാം. ഓക്കെ, അതിരിക്കട്ടെ അവിടെ. എല്ലാവരെയും ഒന്നും കൂടെ കാണിച്ചിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. വാ 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 എല്ലാവരും വാ 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 വാ. നമ്മുടെ സുഹൃത്തുക്കളെല്ലാവരും എത്തിയിട്ടുണ്ട്. ലൈനേജ് വാ 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 വാ. അടി വാശി വാ. കം സിറ്റ്. ഹഷി സ്റ്റാൻഡപ്പ്. വാ. സെക്കൻഡ് എന്ന് താങ്ക് യു. ഈ രീതിയിലാണ് നമ്മളിപ്പോൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു വയനാടനാണ് കേട്ടോ. വയനാടൻ കോഴിയാണ്. ഓടിക്കളഞ്ഞ് എൻ്റെ ഒരു സുഹൃത്ത് തന്നതാണ്. ഇത് നമ്മുടെ മെയിൻ പൂവൻ. വലിയ ശല്യമൊന്നുമില്ല കേട്ടോ. കൂകുന്ന കാര്യത്തിൽ തന്നെ അടി കൂടുന്നതിലൊന്നും ഒരു ശല്യമൊന്നുള്ള ആളല്ല. പിന്നെ റെഡ് പുള്ളി, കാപ്പിപ്പൊടി പുള്ളി. ഇത് മുട്ട ഇടുന്നില്ല കുറച്ച് ദിവസമായിട്ട്, എന്താണെന്നറിയില്ല. പിന്നെ ലൈനേജ് മഞ്ഞ. എല്ലാവരും ഇങ്ങനെ നടക്കുവാണ്. ഇവനൊക്കെ ഇപ്പം നല്ല പക്ക ബ്രീഡിങ് ആയി. ഇവരെല്ലാവരും ചെറുപ്പക്കാരല്ലേ. 8 മാസം പ്രായക്കാരാകുമ്പോഴത്തേക്ക് 7 മാസം കഴിഞ്ഞ് 8ാമത്തെ മാസം അപ്പോഴത്തേക്ക് ഉടലെ ഒന്ന് കാണിച്ചോട്ടെ. ബാ 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 തരും ബാ 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 ബാ. സോ ഇത്രയുള്ള സുഹൃത്തുക്കളെ, നമുക്ക് അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.